രണ്ടെണ്ണം നിനക്കുണ്ട്. എടി, സാമർഥ്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ കിട്ടും. നീ എന്തിനാ അതിന് കൊതിക്കുന്നത്? കൊടുക്കടിയാണ്. ഈ സാരി പ്രിയമതയ്ക്ക് ഒന്നാന്തരമായി ചേരും. നിങ്ങൾ ഏത് ഹോട്ടലിലാണ് മുറിയെടുത്തത്? മുറിയെടുക്കുന്ന എന്തിനാ? സാരി വാങ്ങിച്ചോണ്ട് സാറിന്റെ കാറിൽ തന്നെ ഇങ്ങോട്ട് പോകുന്നു. അത് നോണ. സാറിനോടൊന്നിച്ച് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരുമില്ലായിരുന്നു. മാലിന് ഇത്രയേറെ വിഷമിക്കുന്ന എന്തിന്? ഓരോരുത്തരുടെ ഭാഗ്യം അല്ലേ പ്രിയമതേ? നിങ്ങൾ എന്താ എങ്ങനെയൊക്കെ പറയുന്നത്? അയ്യോ പാവം. മുലക്കുപ്പി എവിടെ വിലാസിനി? എന്തോന്നാ കുടിച്ചിരിക്കുന്നേ? എന്തോന്നാ? ബ്രാൻഡിയോ വിസ്കിയോ? ആ, ഇത് സാർ ഉപയോഗിക്കുന്ന സെന്റിന്റെ മണമാ. അയ്യോടി, ഇനി വല്ല പുതിയ സാധനമായിരിക്കുമോ? എവിടെ നോക്കട്ടെ. അനാവശ്യം പറയരുത് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ സ്വഭാവമായിരിക്കും. അത് കള. അതെന്ത് സ്വഭാവം? നിങ്ങൾ ഇത്ര കാര്യങ്ങളാണെന്ന് അറിഞ്ഞിരുന്നില്ല. നിങ്ങളോടൊന്നും സംസാരിക്കാൻ പോലും കൊള്ളൂല. ഇവളൊരല്പം ഭരിക്കുന്ന ലക്ഷണമാണ് കേട്ടോ. എത്ര ശ്രമിച്ചിട്ടും പിടിതരുന്നില്ലല്ലോ. വലിയ അബദ്ധമാണ് അച്ഛാ നമുക്ക് സംഭവിച്ചത്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നേരത്തെ നമുക്ക് അന്വേഷിക്കേണ്ടതായിരുന്നു. ഇവിടെ എന്ത് നടക്കണമെന്നാണ് നീ പറയണത്? ഒന്ന് തെളിച്ചു പറ, ഞാനും കൂടെ ഒന്ന് മനസ്സിലാക്കട്ടെ. അതൊന്നും അച്ഛനോട് പറയാൻ കൊള്ളുകയില്ല. അത്രയേറെ വൃത്തികേടുകളാണ് അച്ഛാ. ഇവിടെ ഈ പെണ്ണുങ്ങളെന്ന് പറയുന്ന ജന്തുക്കളോട് സംസാരിക്കുന്നതിന്റെ നാണക്കേട് അച്ഛാ. ഇനിയിപ്പോ എന്താ ചെയ്യാ മോളെ? നീ തന്നെ പറ, അത് പ്രകാരം ചെയ്യാം. എനിക്കിവിടെ കഴിയാൻ പ്രയാസമാണ് അച്ഛാ. അച്ഛൻ എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണം. ഞാനും അച്ഛന്റെ കൂടെ വരുന്നു അച്ഛാ. ദൈവമേ, എന്താണ് അച്ഛാ? ഒരബദ്ധം പറ്റിപ്പോയി മോളെ. ഇവിടുന്ന് തന്ന അഡ്വാൻസ് രൂപയിൽ നിന്ന് കുറച്ച് രൂപ എടുത്ത് നമ്മുടെ വസ്തുവിന്റെ കേസിന് വേണ്ടി മറിച്ചു പോയി മോളെ. നീ വിഷമിക്കണ്ട. നമുക്ക് ജയദേവൻ സാറിനെ ഒന്ന് പോയി കാണാം. അദ്ദേഹം ഇതൊന്നും അറിഞ്ഞു കാണില്ല മോളെ. ഇവിടെ എന്ത് സംഭവിച്ചെന്നാണ് അച്ഛൻ പറയുന്നത്? പ്രിയംവദയെ പോലെ തന്നെ ഇവിടെ താമസിക്കുന്ന മറ്റ് കലാകാരികൾ എന്തെങ്കിലും തമാശ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാതെ വിടേണ്ട കാര്യമേ ഉള്ളൂ. മറ്റു വല്ല കുഴപ്പമുണ്ടായോ? ഉണ്ടെങ്കിൽ പറയണം, ഞാൻ സമാധാനം ഉണ്ടാക്കാം. ഒന്നും വേണ്ട സാർ, എനിക്കിവിടെ നിന്ന് പോയാൽ മതി. വീട്ടിൽ പോയി പട്ടിണി കിടന്നാലും തരക്കേടില്ല. എനിക്കിവിടത്തെ ഈ സുഖം വേണ്ട. എനിക്ക് പിന്നെ നേരത്തെ പറയാമായിരുന്നു. പോകുന്നതിന് ഒരു ചെറിയ തടസ്സമൊക്കെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു എഗ്രിമെന്റ് ഒപ്പിട്ട് വന്ന ഓർമ്മയുണ്ടോ? അതങ്ങടെ കീറിക്കളഞ്ഞാ പോരെ സാർ? അങ്ങനെ ഒപ്പിട്ട് വന്നൊക്കെ കീറിക്കളഞ്ഞിട്ടാണോ കാര്യങ്ങൾക്ക് പരിഹാരം കാണുന്നത്? അല്ല, അവൾക്ക് ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? ബുദ്ധിമുട്ടുന്ന കാര്യം നിൽക്കട്ടെ, എഗ്രിമെന്റിന്റെ കാര്യം പറയാം. പ്രിയംവദ 6 മാസം തുടർച്ചയായി സഹകരിച്ചുകൊള്ളാമെന്ന് സമ്മതിച്ചാണ് ഒപ്പിട്ടിരിക്കുന്നത്. 6 മാസം? 6 മാസം എന്ന് ആര് പറഞ്ഞു സാർ? നിങ്ങൾ രണ്ടുപേരും ഒപ്പിട്ടിട്ടുള്ള ഫോറം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വായിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വായിച്ചില്ല. ഭഗവാൻ. ഇനി നിങ്ങൾ രണ്ടുപേരും സംബന്ധിച്ചിട്ടുള്ള മറ്റൊരു വ്യവസ്ഥയോട് പറയാം. ഈ കാലാവധിക്ക് മുമ്പ് എന്തെങ്കിലും കാരണവശാൽ ഈ കമ്പനിയിൽ നിന്ന് നിങ്ങൾ പിരിഞ്ഞു പോവുകയാണെങ്കിൽ അതുകൊണ്ട് ഈ കമ്പനിക്കുണ്ടാവുന്ന എല്ലാ നഷ്ടത്തിനും നിങ്ങൾ ഉത്തരവാദിയായിരിക്കും. ഈ നഷ്ടമെന്ന് പറയുന്നത് 1-2 ലക്ഷമാവാം. ഭഗവാനെ. ഈ നിലയ്ക്ക് നിങ്ങൾ വാങ്ങിയ അഡ്വാൻസ് തുക തിരിച്ചു തന്നാൽ തന്നെ പോകാൻ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആശാനെന്ന് തോന്നുന്നു? എനിക്കൊന്നും തോന്നുന്നില്ല സാർ. പ്രിയംവദയ്ക്കോ? നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം മനസ്സിലാക്കിയ കൊള്ളാം. പ്രിയംവദ പിരിഞ്ഞു പോകാൻ ഞാൻ സമ്മതിച്ചാൽ തന്നെ നിയമം സമ്മതിക്കില്ല. അതുകൊണ്ട് പ്രിയംവദ ഇവിടെ താമസിക്കുന്നതാണ് ഭംഗി. പ്രിയംവദയ്ക്ക് ഒന്നിനും ഒരു കുറവ് വരുത്താതെ ഞാൻ നോക്കിക്കൊള്ളാം. ഇതുങ്ങളൊക്കെ ഇവിടെ തന്നെ ഉള്ളതാണ്. അച്ഛനൊരു വല്ലാത്ത ഭീതി പോലെ ഒരു ബുദ്ധിമോശായിപ്പോയി നമ്മൾ കാണിച്ചത്. ഒപ്പിടുന്നതിന് മുമ്പ് വായിച്ചു നോക്കേണ്ടതായിരുന്നു അച്ഛാ. അതെ. ഇതാരാ, നിനക്ക് പരിചയമുണ്ടോ? ഇത് ഇവിടുത്തെ മാജിക്കാരനാണ്. ആള് നല്ലവനാണ്. സാറേ, ഒന്നവിടെ നിൽക്കണേ സാർ. ഒരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? നമുക്ക് ഇവിടെ എഗ്രിമെന്റ് ഉണ്ടാവോ? നമുക്കെന്ന് വെച്ചാൽ എനിക്കോ? അതെ, എനിക്ക് എഗ്രിമെന്റ് ഉണ്ട്. എത്ര മാസത്തേക്കാ സാറേ?
അത് പലർക്കും പല രീതിയിലാണ്. എനിക്ക് 3 മാസം എഗ്രിമെന്റ് ആണ്. ഈ 3 മാസത്തിനകം അവരെന്നെ പിരിച്ചയച്ചാൽ എനിക്ക് നഷ്ടപരിഹാരത്തിന് അവരുടെ പേരിൽ കേസ് കൊടുക്കാം. അതല്ല, ഞാൻ സ്വയം പിരിഞ്ഞു പോവുകയാണെങ്കിൽ എന്റെ പേര് നഷ്ടപരിഹാരത്തിന് അവർ കേസ് കൊടുക്കാം. അതാണ് വ്യവസ്ഥ. ഇതിപ്പോ ചോദിക്കാൻ കാര്യം, ഞങ്ങളൊരു വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടി സാർ. ആ എഗ്രിമെന്റ് ഒന്നും വേണ്ടോണം വായിച്ചു നോക്കാതെ ഞങ്ങൾ അങ്ങോട്ട് ഒപ്പിട്ട് കൊടുത്തു. അതിനുശേഷം ഇപ്പോഴാണ് അറിയണത് 6 മാസം കഴിഞ്ഞ് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടെന്താ 6 മാസം കഴിയിട്ടെന്ന് വെക്കണം? അയ്യോ, അതൊട്ടും പറ്റൂല സാർ. 3 മാസം കഴിഞ്ഞാൽ ഇവളെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചു വെച്ചേക്കുക. കല്യാണം കഴിഞ്ഞാൽ പിന്നെ കാർണിവലിൽ പോകാൻ അവർ സമ്മതിക്കോ സാർ? ഓഹോ. അല്ലെങ്കിൽ തന്നെ കഴിയുന്നതും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. അങ്ങനെ തോന്നാൻ കാര്യം, ഇവിടത്തെ ഈ പെണ്ണുങ്ങളോടൊപ്പം കഴിയാൻ എനിക്ക് പ്രയാസമാണ്. ഇവളിങ്ങനെയൊന്നും കഴിഞ്ഞിട്ടുള്ളവളല്ല സാർ. അതുകൊണ്ടാണ് അവൾക്കൊരു ബുദ്ധിമുട്ട്. അതൊന്നും സാരമില്ല. അവരവരുടെ കാര്യം നോക്കാനുള്ള സാമർഥ്യം ഉണ്ടായിരുന്നാൽ മതി. എന്നാലും ഈ 6 മാസത്തിന്റെ കാര്യത്തിന് എന്ത് ചെയ്യും സാർ? അതിന് സമാധാനം ഉണ്ടാക്കാമെന്നാ എനിക്ക് തോന്നുന്നത്. കല്യാണം അടുക്കുമ്പോ അവരോട് കാര്യം തുറന്നു പറയണം. എഗ്രിമെന്റ് ഒക്കെ അവിടെ കിടക്കും. മനുഷ്യരല്ലേ, വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുമോ? ഇനിയിപ്പോ അതേ ഉള്ളൂ മോളെ ഒരു മാർഗം. കല്യാണം വരെ ഇവിടെ തന്നെ കടിച്ചു പിടിച്ചങ്ങോട്ട് കഴിയാൻ നോക്കുക. അല്ലാതെ എന്താ ചെയ്യാ? വന്നകപ്പെട്ടു പോയില്ലേ? ഏതായാലും അവരുമായി വഴക്കുണ്ടാക്കണ്ട. വഴക്കുണ്ടാക്കിയാൽ അവർ എഗ്രിമെന്റിൽ മുറുകെ പിടിക്കും. അത് ശരിയാ. നീ അവരായിട്ട് വഴക്കിനൊന്നും പോരുതട്ടോ മോളെ. പിന്നെ നിനക്ക് വല്ല തിക്കുമുട്ടും അനുഭവപ്പെടുകയാണെങ്കിൽ നീ സാറിനോട് പറഞ്ഞാൽ മതി കേട്ടോ സാറേ. ഞാൻ പറയണേലൊന്നും തെറ്റിദ്ധരിക്കരുത്. ഒന്നുമില്ല. പെണ്ണിനെയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളണം. പ്രിയമതിയുടെ കാര്യം നേരത്തെ പാച്ചുപിള്ളനോട് പറഞ്ഞിട്ടുണ്ട്. പാച്ചിന് പരിചയമുണ്ടോ? പരിചയമുണ്ട്. ഞാൻ ചായ കുടിക്കുന്ന കടയിൽ നിന്ന്. എന്നാ പിന്നെ എനിക്ക് ഒന്നും പറയാനില്ല. 3 മാസം കഴിഞ്ഞ് മുഹൂർത്തം വെച്ചോളൂ എന്ന് പറഞ്ഞ് കത്ത് വന്നപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നീടല്ലേ പെണ്ണിനെ കാർണിവൽ ഡാൻസിന് വിട്ടിരിക്കുകയാണെന്ന് അറിയുന്നത്. ഏത് വിധത്തിലെങ്കിലും കല്യാണത്തിനുള്ള പണം. അത് ശരിയാണ്. പഠിച്ച് തൊഴിൽ ചെയ്ത് പണം ഉണ്ടാക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഡാൻസിന് വിടുന്നത് നല്ലതിനല്ല എന്നാണ് ആളുകൾ പറയുന്നത്. എന്താ വല്ല ദോഷമുള്ള കാര്യമായിട്ടാണോ? ദോഷം എന്തൊക്കെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അവിടെ എങ്ങും പോയിട്ടില്ല. പക്ഷെ ഒരു കാര്യം ചെയ്തത് തെറ്റായിപ്പോയി. ഇത്രയും പ്രായമായൊരു പെണ്ണിനെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഇങ്ങോട്ട് പോന്നത് ഒട്ടും നന്നായില്ല. പെണ്ണിനെ അവിടെ ചേർത്ത സമയത്ത് ഇത്രയ്ക്കൊന്നും ആലോചിച്ചില്ല എന്നാ എനിക്ക് തോന്നുന്നത്. ഇനി പറഞ്ഞിട്ടെന്ത് പ്രയോജനം? 3 മാസം കഴിഞ്ഞോട്ടെ. അവൾ ഏതായാലും ചെന്ന് ചേർന്നു പോയില്ലേ. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. കുട്ടിയുടെ അച്ഛൻ വന്ന് കണ്ടിട്ട് പോയാ പോരെ? ചിലപ്പോ ഇനിയും താമസിച്ചേക്കും. എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പോണു. എന്താണമ്മ ചേച്ചി ഡാൻസിന് പോയ സ്ഥലം കൊള്ളുകയില്ലേ? കുറെ രൂപയ്ക്ക് വേണ്ടി ആ പെണ്ണിനെ ആർക്കോ വിറ്റതുപോലെ തോന്നുന്നു. 1 2 3 4 5 6 7 8 അങ്ങനല്ല. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 ഇതാ അല്പം കുടിച്ചു നോക്കും. വളരെ നല്ലതാണ്. വേണ്ട സാർ, ഞാനിതൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ കുടിച്ചു നോക്കാൻ പറഞ്ഞത്. ഇത് നല്ലൊരു മരുന്നാണ്, മദ്യമൊന്നുമല്ല. ശരീരത്തിന് ഉന്മേഷം കിട്ടാൻ വളരെ നല്ലതാണ്. ഒന്ന് സിപ്പ് ചെയ്ത് നോക്കൂ. ഞാനൊരു പാവപ്പെട്ടവളാണ് സാർ. ജീവിക്കാൻ വേണ്ടി മാത്രം ഈ വേഷം കെട്ടിപ്പോയതാണ്. എന്നെ ഈ വക കാര്യങ്ങൾക്കൊന്നും പ്രതീക്ഷിക്കരുത്. പ്രിയംവദ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പ്രിയംവദയെ പോലെ പല കലാകാരികളും ഇവിടെയില്ലേ. അവരെ ആരെയും ഈ മുറിക്കകത്ത് കാലുകുത്താൻ ഞാൻ അനുവദിക്കുകയില്ല. പക്ഷേ പ്രിയംവദയെ ഞാൻ കണക്കാക്കിയിരിക്കുന്ന അങ്ങനെയല്ല. അതുകൊണ്ടാണ് പ്രിയംവദയെ ഈ മുറിക്കകത്തേക്ക് കൊണ്ടുവന്നത്. അല്പം കുടിക്കൂ. ക്ഷീണം മാറാൻ വളരെ നല്ലതാണ്. അല്പം കുടിക്കൂ. അയ്യോ വേണ്ട സാർ. അല്പം. ഓഹോ, മാമിയോ? എന്താ വരൂ. വിടാനാണ് പറഞ്ഞത്.
നീ എന്ത് വിവരക്കേടാണ് ഈ കാണിക്കുന്നത്? പ്രിയംവദ എന്ത് തെറ്റ് ചെയ്തു? പാവം. പാവം പ്രിയംവദ. എടി, നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? എന്നോട് മത്സരിച്ച് കളയാമെന്ന് കരുതി അല്ലടി. മാലിനി നീ ശരിക്കും അറിഞ്ഞിട്ടില്ല. പ്രിയംവദ പോയിക്കോ. മാലിനി, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? നീ എന്തായി കാണിച്ചത്? ഡാൻസ് കഴിഞ്ഞപ്പോ പ്രേംവദയുടെ ശരീരത്തിന് വേണ്ട സുഖമില്ലെന്ന് പറഞ്ഞു. എങ്കിലും അല്പം. അതെ അതെ, രണ്ടുപേരുടെ സൂക്കേട് എന്താണെന്ന് എനിക്കറിയാം. ഇങ്ങനെ ആയ പിന്നെ എങ്ങനെയാ? ഞാൻ എനിക്കിവിടെ നിൽക്കാൻ പേടിയാവുന്നു സാർ. അങ്ങനെ പേടിക്കരുത്. പേടിച്ചോടാൻ തുടങ്ങിയാൽ ചെന്നു നിൽക്കുന്ന പരാജയത്തിൽ മാത്രമായിരിക്കും. എന്നെ കൊണ്ട് അല്പം മദ്യം കുടിപ്പിക്കാൻ അയാൾ പെട്ട പാട്. ആ സമയത്ത് മാലിനി വന്നില്ലായിരുന്നെങ്കിൽ കുടിക്കുമായിരുന്നു. അത് മരിച്ചാലും ഇല്ല. എന്നാൽ ഒരു കാര്യം വിശ്വസിക്കും, നമ്മൾ സ്വയം